ഇന്നൊരു ഊണ് കഴിക്കാൻ പോയാലോ? ഈ വീട്ടിലൂണെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ഹോട്ടൽസിലൊക്കെ പോയി മീൽസും സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വീട്ടിലൂണ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കഴിച്ച് കളഞ്ഞേക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ചു. ഇതൊരു പഴയ വീട് പുതുക്കി ഒരു ഹോട്ടലാക്കിയതാണ്. സത്യത്തിൽ ഒരു വീട്ടിലൂണിൻ്റെ എല്ലാത്തരം ആംബിയൻസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക വൈബായിരുന്നു. ഒരു നാടൻ ഭക്ഷണശാല. അങ്ങനെ വീട്ടിലൂണ് കഴിക്കാനായിട്ട് കയറിയിരുന്നു. ഇതൊരു നാടൻ നമ്മുടെ ചായക്കടയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന അതേ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഊണ് വന്നു. വിഭവസമൃദ്ധമായിരുന്നു. എല്ലാത്തരം കറികളും ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ ഉണക്ക ചെമ്മീൻ തോരനൊക്കെ ഉണ്ടായിരുന്നു. ഇത് എക്സ്ട്രാസിൻ്റെ ഒന്നും ആവശ്യം തന്നെയല്ല, ഇത് തന്നെ മതിയായിരുന്നു. എങ്കിലും ഒരു ഭംഗിക്ക് ഒരു കക്ക റോസ്റ്റും ഒരു കേരക്കറിയും പറഞ്ഞു. ഒരു വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞതാണ്. എങ്കിലും നന്നായിട്ട് ഒരാൾക്ക് കഴിക്കാനുള്ള എല്ലാത്തരം ഫുഡും ഉണ്ടായിരുന്നു, എല്ലാത്തരം കറികളും ഉണ്ടായിരുന്നു. കപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു പിടി പിടിച്ചു. ഈ കക്ക ഫ്രൈയും അതുപോലെ കേരക്കറിയുടെയും ഒരാവശ്യം ഇല്ലായിരുന്നു. എങ്കിലും വെറുതെ ഓർഡർ ചെയ്തതാണ്. ഒരു ടേസ്റ്റ് അറിയാൻ. ഒരു വീട്ടിലൂണെന്ന് പറയുമ്പം എനിക്ക് മീറ്റിനേക്കാളും കൂടുതൽ ഈ സീ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതായിരിക്കും ഊണിൻ്റെ കൂടെ കുറച്ചും കൂടെ എനിക്കിഷ്ടം. അതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ നന്നായിരുന്നു കേട്ടോ. അവരുടെ ഒരു സ്നേഹം നിറഞ്ഞ കുറേ ചേച്ചിമാരായിരുന്നു വിളമ്പി തന്നത്. അവർ വിളമ്പി തരുമ്പോഴുണ്ടായിരുന്ന ആ സ്നേഹവും എല്ലാം കൂടെ മൊത്തത്തിൽ നന്നായിരുന്നു. പിന്നെ അതിഗംഭീരം എന്നൊന്നും പറയാനില്ലെങ്കിലും ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിലൂണൊക്കെ കഴിച്ച് വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് സന്തോഷമായിട്ട് വീട്ടിലൂണ് എന്താണ് എന്ന് അറിഞ്ഞിട്ട് തിരിച്ചു പോകും.